കൊല്ലം വരെയൊക്കെ ജീവിക്കാൻ പറ്റും. 100 വയസ്സ് വരെ ആയുസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സാധാരണ സംഭവമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ മണ്ണിൽ നിലനിൽക്കുമ്പോഴാണ് ഈ അണ്ടകടാകത്തിൽ ഒരു ലഹരിയുടെ ആസക്തി കൂടിയിട്ട് നമ്മളുടെ ജീവിതത്തിന്റെ അവസാനം കൽപ്പിക്കാൻ നമ്മൾ തന്നെ തീരുമാനിക്കുന്നത്. ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ സയൻസ് പഠിക്കുന്ന കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. ഈ സെന്റ് ജോസഫ്സ് കോളേജിൽ ഞാൻ വരുമ്പോൾ എനിക്ക് നിങ്ങളുടെയൊക്കെ ഈ ചിരിച്ച മുഖം കാണുമ്പോൾ പെട്ടെന്ന് ഈ ചിരി മായരുതേ എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു മനോരോഗം ബാധിച്ച, നമ്മൾ ഭ്രാന്തെന്നൊക്കെ പറയുന്ന മാനസിക നില തെറ്റിയ ഒരാളിന് എങ്ങനെയാണോ ഈ രോഗാവസ്ഥ അയാളെ ഗ്രസിക്കുന്നത്, അതുപോലെ തന്നെയാണ് MDMA കഴിച്ച ഒരാൾക്കുണ്ടാകുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്നൊരു മനോരോഗിക്ക് അറിയില്ല. കൺമുന്നിൽ നിൽക്കുന്ന ആരാണെന്നറിയില്ല. അച്ഛനെയും അമ്മയും തിരിച്ചറിയാൻ കഴിയില്ല. ബോധതലങ്ങളിൽ നിന്നുള്ള എല്ലാ സിഗ്നലുകളും നഷ്ടപ്പെട്ട ഒരാളാണ് ഒരു മനോരോഗി. അവന്റെ തലച്ചോറിലേക്ക് മിസൈൽ പായുന്നതെല്ലാം അക്രമത്തിന്റെ പാതയിലായിരിക്കും. നമുക്ക് അറിയാം, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരുപാട് സിഗ്നലുകൾ തലച്ചോറിൽ നിന്ന് വരുന്നതാണ്. ഈ തലച്ചോറും മനസ്സും തമ്മിലുള്ള ബന്ധം അപ്പാടെ തകർത്തുകളയും ഈ MDMA എന്ന് പറയുന്ന ഈ മാരക ലഹരി. ഇതെവിടെ നിന്ന് വരുന്നു? നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, ഈ ലഹരിയുടെ ആത്യന്തികമായ ഫലം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോവുക. പോയിട്ട് ഈ MDMA കഴിച്ച് അവിടെ ഡി അഡിക്ഷൻ സെന്ററിൽ പെട്ടുപോയ ആൾക്കാരെ കാണുക. അതിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഏതാണ്ട് 85 വയസ്സുള്ള ആൾക്കാരെ വരെ ഇത്തരം സെന്ററുകൾ കാണാം. ഞാൻ കണ്ടിട്ടുള്ള ഈ ഇത്തരം MDMA കഴിച്ചിട്ടുള്ള ആളുകൾ മുഴുവനും അവരുടെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ച് ഒട്ടം തെറ്റി, ഉടലൊക്കെ വേറൊരു രീതിയിലൊരു ഷേപ്പിലായി, കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി, ഏതാണ്ട് മരണമാസന്നമായി എന്ന് നമ്മൾ തോന്നലുളവാക്കുന്നവനാരോ അവനാണ് ഒരു MDMA രോഗി. നിങ്ങൾ പെൺകുട്ടികളോട് പലവിധമായ പ്രലോഭനങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ വഴി ആളുകൾ സമീപിച്ചെന്ന് വരും. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവനാണെന്നും PhD കരസ്ഥമാക്കിയവനാണെന്നും കാണും. നമ്മൾക്ക് നമ്മുടെ കയ്യിലെല്ലാം സ്മാർട്ട് ഫോൺ ഉണ്ട്. ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു കമ്പ്യൂട്ടറാണ്. ഇതിന്റെ സാധ്യതകൾ അപാരമാണ്. എന്നാൽ പഴയ നമ്മുടെ നോക്കിയ ഫോൺ പോലെ 5% മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാട് കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകളും ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. ഇൻസ്റ്റയിലൊക്കെ പോകുമ്പോഴും റീലുകളും കാണുമ്പോഴും ഒക്കെ നമ്മൾ ആവശ്യം കൊള്ളാറില്ലേ? അപ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നമ്മുടെ MG യൂണിവേഴ്സിറ്റി പോലെ തന്നെ ഇപ്പോൾ പ്രസിദ്ധമാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ച് ബിരുദമൊന്നും വേണ്ട അവിടെ അഡ്മിഷൻ. SKN40 മൂലമറ്റത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മൂലമറ്റത്ത് സെയിന്റ് ജോസഫ് കോളേജിൽ സംസാരിക്കുകയായിരുന്നു SKN. അവിടെ വലിയ സ്നേഹം ഏറ്റുവാങ്ങി അവരുടെ എല്ലാം പിന്തുണയോടുകൂടി നമ്മുടെ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.